അന്നും ഇതേപോലെ ഒരു ഓണത്തിൻ്റെ ദിവസമാണ് നമുക്ക് പാസ്പോർട്ട് വരുന്നത്. പിറ്റേ ദിവസം നമുക്ക് കയറി പോകണം. അപ്പം നമുക്ക് പാസ്പോർട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു ട്രാവൽ ഏജൻസിന്ന്. എനിക്ക് തോന്നുന്നു റിയ ട്രാവൽസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ പാസ്പോർട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോഴാണ് മനോജ് ഗിന്നസ് എന്ന് പറയുന്ന മനോജിൻ്റെ പാസ്പോർട്ടിനകത്ത് ഉണ്ണിയുടെ വിസ, ഉണ്ണിയുടെ പാസ്പോർട്ടിനകത്ത് മനോജിൻ്റെ വിസ. ഞാൻ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ നാളെ രാത്രിയാണ് ഫ്ലൈറ്റേ. ഞാൻ ഉടൻ തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും ഷോ ക്യാൻസലായി. അപ്പോൾ ഉടൻ തന്നെ ട്രാവൽ ഏജൻസി വന്ന് ഉച്ച കഴിയുമ്പോൾ ഈ സാധനം എടുത്തുകൊണ്ട് പോയി. അവർ അന്ന് തന്നെ ഈ സംഭവം ഫ്ലൈറ്റിന് വിട്ടു. ചെന്നൈയിൽ എംബസിയിൽ രാത്രി എത്തി. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് അവർ എംബസി തുറന്ന് സീലടിച്ചിട്ട് അവരൊരു 9 മണിയുടെയോ 8 മണിയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിൽ ഈ പാസ്പോർട്ട് ഇങ്ങോട്ട് തിരിച്ച് കയറ്റി വിട്ട് എറണാകുളത്ത് എയർപോർട്ടിലെത്തി. ഉച്ചയ്ക്ക് എടപ്പള്ളിയിൽ എൻ്റെ ചേട്ടൻ്റെ വീണ്ടും ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പം പാസ്പോർട്ട് കണ്ടു. ഒരു 2 മണിയായപ്പോൾ ഒരാൾ വന്നു. എന്നിട്ട് പറഞ്ഞാ പാസ്പോർട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ മിസ്റ്റേക്കല്ല, അവരുടെ എംബസിയുടെ മിസ്റ്റേക്കാണ്. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി പ്രോഗ്രാമിന് പോയി.